വെളിപാട് 22-ാം അധ്യായം. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതും സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവജലത്തിൻ്റെ നദി അവൻ എനിക്ക് കാണിച്ചു തന്നു. നഗരവീഥിയുടെ മധ്യത്തിൽ നദിയുടെ ഇരുഭാഗങ്ങളിലുമായി 12 തരം ഫലങ്ങൾ കായ്ക്കുന്ന, മാസം തോറും ഫലം തരുന്ന ജീവൻ്റെ വൃക്ഷം നിൽക്കുന്നു. ആ വൃക്ഷത്തിൻ്റെ ഇലകൾ ജനതകളുടെ സൗഖ്യത്തിനുള്ളവയാണ്. ഇനിമേൽ ശപിക്കപ്പെട്ടതൊന്നും ഉണ്ടായിരിക്കുകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിൽ ഉണ്ടായിരിക്കും. അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും. അവർ അവിടുത്തെ മുഖം ദർശിക്കും. അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിൽ ഉണ്ടായിരിക്കും. ഇനിയൊരിക്കലും രാത്രി ഉണ്ടാകുകയില്ല. ദീപത്തിൻ്റെ പ്രകാശമോ സൂര്യൻ്റെ പ്രകാശമോ അവർക്ക് ആവശ്യമില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു. അവർ എന്നും എന്നേക്കും വാഴും. അവൻ എന്നോട് പറഞ്ഞു, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യസന്ധവുമാണ്. ഉടനെ സംഭവിക്കാനിരിക്കുന്നവ തൻ്റെ ദാസർക്ക് കാണിച്ചു കൊടുക്കാൻ പ്രവാചകാത്മാക്കളുടെ ദൈവമായ കർത്താവ് തൻ്റെ ദൂതനെ അയച്ചിരിക്കുന്നു. ഇതാ, ഞാൻ വേഗം വരുന്നു. ഈ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ പാലിക്കുന്നവൻ അനുഗ്രഹീതൻ. യോഹന്നാനായ ഞാൻ ഇവ കേൾക്കുകയും കാണുകയും ചെയ്തു. ഇവ കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ ഇവ കാണിച്ചു തന്ന ദൂതനെ ആരാധിക്കാൻ ഞാൻ അവൻ്റെ പാദത്തിങ്കൽ വീണു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അരുത്. ഞാൻ നിൻ്റെയും നിൻ്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ ഗ്രന്ഥത്തിലെ വചനങ്ങൾ പാലിക്കുന്നവരുടെയും സഹദാസനാണ്. ദൈവത്തെ ആരാധിക്കുക. വീണ്ടും അവൻ എന്നോട് പറഞ്ഞു, ഈ ഗ്രന്ഥത്തിലെ പ്രവചനവചസ്സുകൾക്ക് നീ മുദ്ര വയ്ക്കേണ്ട. എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ. മലിനപ്പെട്ടവർ ഇനിയും മലിനപ്പെടട്ടെ. നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ. വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഇതാ, ഞാൻ വേഗം വരുന്നു. ഓരോരുത്തർക്കും അവനവൻ്റെ പ്രവൃത്തിക്കനുസരിച്ച് കൊടുക്കാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഒന്നാമനും ഒടുവിലത്തവനും, ആദിയും അന്തവും. ജീവൻ്റെ വൃക്ഷത്തിന്മേൽ അധികാരം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ അനുഗ്രഹീതർ. നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും വ്യാജത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്. യേശുവായ ഞാൻ സഭകളെക്കുറിച്ച് നിങ്ങളോട് സാക്ഷ്യപ്പെടുത്താൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ വേരും സന്തതിയുമാണ്, പ്രഭാപൂർണനായ പുലർക്കാല നക്ഷത്രം. ആത്മാവും മണവാട്ടിയും പറയുന്നു, വരുക. കേൾക്കുന്നവൻ പറയട്ടെ, വരുക. ദാഹിക്കുന്നവൻ വരട്ടെ. ആഗ്രഹമുള്ളവൻ ജീവൻ്റെ ജലം സമ്മാനമായി സ്വീകരിക്കട്ടെ. ഈ പുസ്തകത്തിലെ പ്രവചനവചസ്സുകൾ ശ്രവിക്കുന്ന എല്ലാവരോടും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആരെങ്കിലും ഈ വചനങ്ങളോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന മഹാമാരികൾ ദൈവം അവരോട് കൂട്ടിച്ചേർക്കും. ഈ പ്രവാചക ഗ്രന്ഥത്തിലെ വചനങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തുകളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ജീവൻ്റെ വൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലുമുള്ള അവൻ്റെ പങ്ക് ദൈവം എടുത്തുകളയും. ഇവ സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു, അതെ, ഞാൻ വേഗം വരുന്നു. ആമേൻ. കർത്താവായ യേശുവേ, വരണമേ. കർത്താവായ യേശുവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ.